ഹായ് ഫ്രണ്ട്സ്, സ്റ്റുഡൻസ്. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ആണ്. എല്ലാവർക്കും എജുപാത്തിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഞാൻ ദിലീപ്, ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളാണ്. നമ്മൾക്ക് നോക്കാം എന്താണ് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്നുള്ളത്. നമ്മൾ ഏത് മത്സര പരീക്ഷകൾ എടുത്താലും, ഇന്ത്യയിലെ ഏത് കോമ്പറ്റീറ്റീവ് പരീക്ഷകൾ എടുത്താലും, അത് സെൻട്രൽ സ്ട്രീമിലുള്ള ബാങ്കിങ്, SSC, റെയിൽവേ പോലുള്ള പരീക്ഷകളായാലും, അതുപോലെ തന്നെ കേരളത്തിൻ്റെതായിട്ടുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വ്യത്യസ്തമായ പരീക്ഷകളിലായാലും ചില ടോപ്പിക്കുകൾ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടോപ്പിക്കുകൾ ഇല്ലാതെ നമുക്കൊരിക്കലും ഇംഗ്ലീഷ് ചോദ്യങ്ങൾ വരാറില്ല. ഉദാഹരണത്തിന് നമുക്ക് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയാവുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, അതുപോലെ തന്നെ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അതുപോലെ തന്നെ കോൺകോഡ്, അത് സബ്ജക്റ്റ്, കോൺകോഡ് ഓഫ് ദ സബ്ജക്റ്റ് ആൻഡ് വെർബ്, അല്ലെങ്കിൽ നമ്മൾ എഗ്രിമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ, പ്രിപ്പോസിഷൻസ്, ആർട്ടിക്കിൾസ്. ഇതിലെല്ലാത്തിലും എപ്പോഴും ചോദിക്കുന്ന, ഏത് പരീക്ഷയ്ക്കും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണ് എന്തെന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടി ആക്റ്റീവ് വോയിസിന്, പാസീവ് വോയിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ചില പരീക്ഷകളിൽ അത് വളരെ സ്കിമ്മിങ് ചെയ്യുന്ന രീതിയിൽ, വളരെ മീതെ കൂടി, വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചു പോകുന്ന പരീക്ഷകളുണ്ട്. ചില ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഇത്തിരി കൂടി ആഴത്തിൽ, വളരെ ഇത്തിരി കൂടി ടഫായിട്ടുള്ള, ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങൾ ചോദിക്കുന്ന പരീക്ഷകളുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ വളരെ ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന പരീക്ഷകളും നമുക്ക് കാണാം. ഈ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസിൽ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താണ് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. നമുക്ക് എന്താണ് ആക്റ്റീവ്, എന്താണ് പാസീവ്. ഓക്കെ, നമുക്കറിയാം ഇവിടെ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സെൻട്രൽ ഗവൺമെൻറ് പരീക്ഷ എടുത്താലും, ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ് മത്സര പരീക്ഷകൾ എടുത്താലും എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന് പറയുന്നത്, അല്ലേ? എല്ലാവർക്കും അറിയാം. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദ്യങ്ങളില്ലാത്ത ഒരു പരീക്ഷയും കടന്നു പോകാറില്ല. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പരീക്ഷയാണിത്. പലപ്പോഴും നമുക്ക് തോന്നാം ഇത് വളരെ എളുപ്പമാണ്, വളരെ ഈസി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ ഇതിൻ്റെ ആൻസർ എല്ലാം ചെയ്യാമെന്ന് നിങ്ങളെല്ലാവരും ധരിക്കും. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇത് വളരെ ചെറിയ ഒരു ടോപ്പിക്കാണ്, അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇത് അങ്ങോട്ട് മാസ്റ്റർ ചെയ്യാം. അങ്ങനെയല്ല. ഓരോ പരീക്ഷകളുടെയും ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട്, അതിൻ്റെ ലെവൽ ഓഫ് ഡിഫിക്കൽറ്റി അനുസരിച്ചിട്ടാണ് ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ചോദ്യകർത്താക്കൾ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ ഓരോ പരീക്ഷ, ഇപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ഒരു ഇമ്പോർട്ടൻസോ അതിൻ്റെ ഒരു ഗ്രാവിറ്റിയോ നമ്മൾ ചിലപ്പോൾ ഒരു 10th ലെവൽ പരീക്ഷയ്ക്ക് കൊടുക്കില്ല. അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിലെ ഒരു ഉയർന്ന ഒരു B ഗ്രേഡ് പോസ്റ്റിന് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കില്ല ചിലപ്പോൾ അതിന് വളരെ താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ ഓർഡിനറി പോസ്റ്റുകൾക്കുള്ള പരീക്ഷകളിൽ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് പഠിക്കുമ്പോൾ അതിന് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാതെ പോയിട്ടുണ്ട് ഇതേവരെ പഠിച്ചതിൽ നിന്നും. അപ്പോൾ അതെല്ലാം എങ്ങനെ നമുക്ക് മാസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഞാൻ ഈ ടോപ്പിക് അവതരിപ്പിക്കുന്നത് എന്താണ് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന് മാത്രമല്ല, അതിന് എന്തെല്ലാം സെക്ഷനുകളുണ്ട്, ഏതെല്ലാം രീതിയിൽ ഒരു ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, എന്താണ് അതിൻ്റെ ടെക്നിക്സ്, എങ്ങനെയെല്ലാം ഇത് ചെയ്യണം, എന്താണ് അതിൻ്റെ റൂൾസ്, ഇതെല്ലാമാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വാട്ട് ഈസ് ആക്റ്റീവ് വോയിസ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. എന്താണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്? ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കൂ. ദ ബോയ് ബ്രോക്ക് ദ വിൻഡോ. ആ പയ്യൻ ആ വിൻഡോ പൊട്ടിച്ചു, ആ ജനൽ പൊട്ടിച്ചു. അപ്പം നമ്മളിവിടെ വാട്ട് ഹി ഡു, അയാൾ വിൻഡോ അല്ലെങ്കിൽ ആ ജനൽ പൊളിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഹി ഡിഡ് സം ആക്ഷൻസ്, അദ്ദേഹം ഒരു പ്രവൃത്തി ചെയ്തു. ആൻഡ് എന്താണ് അയാൾ അവിടെ പിന്നെ തകർത്തത്? അപ്പോൾ അവിടെ നമ്മൾ പറയുന്ന വിൻഡോ ആണ് അയാൾ തകർത്തതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ പറയാണ് ദ ബോയ് ബ്രോക്ക് ദ വിൻഡോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഇയാളാണ് ഇവിടെ ഡൂവർ ഓഫ് ദ ആക്ഷൻ. അപ്പോൾ ഇയാളെ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ പറയാം, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്?
ദ പേഴ്സൺ ഹു ഇസ് ഡൂയിങ് ദ ആക്ഷൻ, അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഒരു സെന്റൻസിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഒരു സെന്റൻസിലെ പ്രെഡിക്കേറ്റ് പാർട്ടാണ്. പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഈ വെർബിന്റെ ഭാഗമാണ്. വെർബ് ഇവിടെ ഈ സെന്റൻസിലെ വെർബ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഒരു വെർബ് ഫോം മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രെഡിക്കേറ്റ് പാർട്ട് നമുക്ക് ഇവിടെ എഴുതാം. ഇതിനെ വേണമെങ്കിൽ പ്രെഡിക്കേറ്റ്. അപ്പോൾ ദ ബോയ് ബ്രോക്ക് ദ വിൻഡോ. വാട്ട് ഡിഡ് ഹി ബ്രേക്ക്? അവൻ എന്താണ് തകർത്തത്? അല്ലെങ്കിൽ ആ തകർക്കുക എന്ന് പറയുന്ന ക്രിയക്ക് വിധേയമായ വസ്തു എന്താണ്? അപ്പൊ അവിടെ ദ വിൻഡോ. ഇതിനെയാണ് നമ്മൾ ദ തിങ് ദാറ്റ് റിസീവ്ഡ് ദ ആക്ഷൻ. ആ പ്രവൃത്തി ഏറ്റ വസ്തു, പ്രവൃത്തിക്ക് വിധേയമായ വസ്തു, അതാണ് നമ്മൾ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സബ്ജക്റ്റിൽ, ഒരു സെന്റൻസിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ഹു ഓർ എനിത്തിങ് വിച്ച് ഈസ് ആക്റ്റീവ് ഇൻ ദാറ്റ് സെന്റൻസ്. ആ സെന്റൻസിൽ ആക്റ്റീവ് ആയിട്ടുള്ള, ഓക്കെ, ദ കാർ ഹിറ്റ് ദ ബോയ്. ആ കാറ് ആ കുട്ടിയെ ഇടിച്ചിട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? കാറാണ്. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? ദ ബോയ്. ഇവനാണ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത്. നമ്മളുടെ ഈ സെന്റൻസിന്റെ ടോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദ ബോയ്, ആ കുട്ടി എന്തോ ചെയ്തതാണ്, അവൻ ആക്റ്റീവായിട്ട് എന്തോ ചെയ്തു, അതാണ് നമ്മൾ ഇവിടുത്തെ ടോൺ എന്ന് പറയുന്നത്. ദ ബോയ് ഈസ് ആക്റ്റീവ് ഹിയർ. ദ ടോൺ വി ഗെറ്റ് ഈസ് ആ കുട്ടി ഇവിടെ ആക്റ്റീവ് ആണെന്നുള്ളതാണ്. ദ ബോയ് ബ്രോക്ക് ദ വിൻഡോ. ഓക്കെ, അപ്പൊ നമ്മൾക്കറിയാം ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് കർത്താവ്, ക്രിയ, കർമ്മം, അല്ലേ? നമ്മൾ സബ്ജക്റ്റ് എന്നുള്ളതിന് മലയാളത്തിൽ നമ്മൾ കർത്തരി പ്രയോഗം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കർത്താവ്, ആരാണോ ക്രിയ ചെയ്യുന്നവൻ അവൻ കർത്താവ്. എന്താണോ ക്രിയ, അല്ലേ, അത് ക്രിയ. അതുപോലെ തന്നെ എന്താണോ, എവിടെയാണോ ക്രിയ ഏറ്റത്, ക്രിയക്ക് വിധേയമായ വസ്തു എന്താണോ അതിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഏത് സെന്റൻസ് കിട്ടിയാലും ഒരു ആക്റ്റീവ് സെന്റൻസിൽ സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, പ്രെഡിക്കേറ്റ് ഉണ്ടായിരിക്കും, ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ വേറൊരു സെന്റൻസ് എഴുതിയാണ്. ഷീ ഈസ് സിംഗിങ് എ സോങ്. ഷീ ഈസ് സിംഗിങ് എ സോങ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കുമ്പോൾ പലപ്പോഴും ഇതിന്റെ ബേസിക്സ് അറിഞ്ഞുകൂടാത്ത കുട്ടികൾക്ക് ചിലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാവും. എന്താണ് ഒരു വെർബ്, വെർബിന് എത്ര ഫോം ഉണ്ട്, എന്താണ് ഒരു ഹെൽപ്പിംഗ് വെർബ്, എത്ര അനോമാലസ് ഫിൻസ് ഉണ്ട്, അതിൻ്റെ വേരിയേഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, എത്ര ടെൻസുകളുണ്ട്, ആ ടെൻസുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുമാതിരി ധാരണ വേണം. എങ്കിൽ മാത്രമേ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും ആദ്യം കയറി ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് പഠിക്കാമെന്ന് വിചാരിക്കരുത്. കാരണം എന്താ, നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചു കഴിഞ്ഞിട്ട്, അതുപോലെ തന്നെ ടെൻസസ് പഠിച്ചു കഴിഞ്ഞിട്ടൊക്കെ വേണം നമ്മൾ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് പഠിക്കാൻ വേണ്ടി. കാരണം ഇതിനകത്ത് ടെൻസ് ചേഞ്ചുകളുണ്ട്. അപ്പൊ നമുക്കിവിടെ നോക്കാം. ഇപ്പൊ ഈ സെന്റൻസിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷീ ഈസ് സിംഗിങ് എ സോങ്, ഷീ ഈസ് ഡൂയിങ് സംതിങ്, ഷീ ഈസ് ആക്റ്റീവ് ഹിയർ. ഷീ, വാട്ട് ഈസ് ദ പ്രെഡിക്കേറ്റ് പാർട്ട്? ഈസ് സിംഗിങ്. എന്താ കാരണം അങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ, വെർബ് എന്ന് പറയുന്നത് മാത്രമല്ല, അവിടെ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ, ഇതിപ്പോ ഹെൽപ്പിംഗ് വെർബാണ്, ഈസ്, ആം, ആറൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഹെൽപ്പിംഗ് വെർബാണ്. അതുപോലെ തന്നെ വാസ്, വേർ, അങ്ങനെയുള്ള 24 ഹെൽപ്പിംഗ് വെർബിൽ ഏതെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടിയതാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രെഡിക്കേറ്റ് ഹെൽപ്പിംഗ് വെർബ് പ്ലസ് വെർബാണ്. ഇവിടെയോ ഒബ്ജക്റ്റ് ഏതാണ്? എ സോങ് തന്നെ. അതിനകത്ത് ഷീ സിംഗിങ് വാട്ട്, ഹും, അല്ലെങ്കിൽ ഹൂ, എങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ എ സോങ് എന്നുള്ളതാണ് ഇവിടെ ഉത്തരം. അപ്പോൾ ഷീ സിംഗ്സ് വാട്ട്, എ സോങ്. അപ്പൊ ഇവിടെ ഇത് സബ്ജക്റ്റ്, ഇത് പ്രെഡിക്കേറ്റ്, ഇത് ഒബ്ജക്റ്റ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ബോയ്, പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ബ്രോക്ക് ദ വിൻഡോ. ഇതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് സെന്റൻസ് കിട്ടിയാലും അതിനകത്ത് ഇതൊരു ഡയറക്റ്റ് സെന്റൻസ് ആണ്. അതിനകത്ത് ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഒരു പ്രെഡിക്കേറ്റ് ഉണ്ടായിരിക്കും, ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് സബ്ജക്റ്റിനാണ്. സബ്ജക്റ്റ് എന്തോ ചെയ്യുന്നു. ഈ സെന്റൻസിലെ സബ്ജക്റ്റ് ആക്റ്റീവ് ആണ് ഇവിടെ. അതുകൊണ്ടാണ് when the subject is active,
ദാറ്റ് സെന്റൻസ് ഈസ് കോൾഡ് ആൻ ആക്റ്റീവ് വോയിസ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആക്റ്റീവ് വോയിസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഈ സെന്റൻസ് നോക്കൂ, ഷീ ടീച്ച് സ്വിമ്മിങ്. അവൾ ഒരു സ്കൂളിലെ സ്വിമ്മിങ് ടീച്ചറാണ്. ഷീ സബ്ജക്റ്റ്, ടീച്ച് പ്രെഡിക്കേറ്റ് ആൻഡ് സ്വിമ്മിങ്. ദെൻ someone stole my watch. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ് ആദ്യം കിട്ടുമ്പോൾ തന്നെ അണ്ടർലൈൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, എന്താണെന്ന് അറിയാമോ? ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഒരു പ്രെഡിക്കേറ്റ് ഉണ്ടായിരിക്കും, ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും, വേറെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയല്ല, ഏത് സെന്റൻസ് കിട്ടിയാലും അതിൻ്റെ സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഞാനൊരു എക്സാമ്പിൾ എഴുതാം. ഇവിടെ നോക്കിക്കോളൂ, ദേ ആർ മോണിറ്ററിങ് ദ എൻറ്റയർ ഏരിയ വിത്ത് CCTV ക്യാമറാസ്. ഈ സെന്റൻസിൽ നോക്കൂ നിങ്ങൾ, ദേ ആർ മോണിറ്ററിങ് ദ എൻറ്റയർ ഏരിയ വിത്ത് CCTV ക്യാമറാസ്. ഇവിടെ സബ്ജക്റ്റ് ദേ ആണ്, നിങ്ങളെല്ലാവരും വിചാരിക്കുന്നവരെ അല്ലേ? സബ്ജക്റ്റ് ദേ ആണ്. പ്രെഡിക്കേറ്റ് ഏതാണ്? ആർ മോണിറ്ററിങ്. ഇതാണ് പ്രെഡിക്കേറ്റ് പാർട്ട് അല്ലേ? ദേ ആർ മോണിറ്ററിങ്. ഇനി ഒബ്ജക്റ്റ് എന്താണ്? CCTV ക്യാമറയാണോ? അവരെന്താണ് ചെയ്തത്? ദേ ആർ മോണിറ്ററിങ്. അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്താണ് മോണിറ്റർ ചെയ്തത്? ദ എൻറ്റയർ ഏരിയ. ഇതാണ് ഒബ്ജക്റ്റ്. ആ മൊത്തം ഏരിയ അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ്, അത് കൂടാതെ വാക്കുകൾ വരാം. ആ സെന്റൻസിന്റെ ആ കംപ്ലീറ്റ് സെന്റൻസ് ഒരു കോംപ്ലക്സ് സെന്റൻസ് തന്നു കഴിഞ്ഞാൽ അതിനകത്ത് ധാരാളം കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ് കൂടാണ്ട് അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളെയും നമ്മൾ ഈ സെന്റൻസിന്റെ ഭാഗമായിട്ട് തന്നെ കണക്ക് കൂട്ടണം. അത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ ആക്റ്റീവ് എന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോഴേക്കും നമ്മൾ അതെടുത്ത് ഇപ്പുറത്തേക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഒരു സെന്റൻസിൽ സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ എന്നൊരിക്കലും ആരും വിചാരിക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കേസുകളിൽ ദേ ആർ മോണിറ്ററിങ് ദ എൻറ്റയർ ഏരിയ വിത്ത് CCTV ക്യാമറ, അതിന്റെ ബാക്കിയുള്ള സെന്റൻസിന്റെ ബാലൻസ് ഭാഗം അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഏത് സെന്റൻസ് കിട്ടിയാലും അതുപോലെ തന്നെ സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ബാക്കിയുള്ള വാക്കുകളും ഉണ്ടായിരിക്കും. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹൂ ഈസ് എ സബ്ജക്റ്റ്. നമ്മളുടെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് ഉണ്ടായിരിക്കും ആൻഡ് വി മേക്ക് ഇറ്റ് ഫീൽ ദാറ്റ് ഹി ഈസ് ആക്റ്റീവ്. അവൻ ആക്റ്റീവാണ്, അവൻ എന്തോ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ ഈ സെന്റൻസ് എല്ലാം എഴുതുക. ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് സബ്ജക്റ്റിനാണ് എപ്പോഴും. അപ്പോൾ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് അതിനെ, അല്ലെങ്കിൽ ആക്റ്റീവ് ആയതുകൊണ്ട് അതിനെ ആക്റ്റീവ് വോയിസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കുക, സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ് എന്നുള്ളതാണ് എന്തിന്റെ ഓർഡർ, ഇതിന്റെ ഓർഡർ. ഇപ്പൊ നമ്മളിത് പലപ്പോഴും നമ്മൾക്ക് മലയാളികൾക്ക് പറ്റുന്ന ഒരു കുഴപ്പം എന്താണെന്ന് അറിയാം. അപ്പൊ മലയാളത്തിൽ നമ്മൾ രാമൻ കിൽഡ് രാവണ. ഇപ്പൊ സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ് അല്ലേ? സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ്. ഇത് നമ്മൾ മലയാളത്തിൽ എഴുതുന്നത് എങ്ങനെയാണ്? രാമൻ രാവണനെ കൊന്നു അല്ലേ? ഇവിടെ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ് ആണ്. സബ്ജക്റ്റ്, ഇത് ഒബ്ജക്റ്റ്, ഇത് പ്രെഡിക്കേറ്റ്. പ്രെഡിക്കേറ്റ് അവസാനമാണ് വരുന്നത്. അപ്പൊ നമ്മുടെ വേർഡ് ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ ഓർഡർ ഉണ്ട്. എങ്ങനെയാണ് സബ്ജക്റ്റിനകത്ത് എവിടെയാണ് പ്രെഡിക്കേറ്റിന്റെ പൊസിഷൻ വരുന്നത്, എവിടെയാണ് ഒബ്ജക്റ്റ് വരുന്നത് അല്ലേ? ഭാഷകൾ പലതരമാണ്. അപ്പൊ ആ ഭാഷകളിൽ എല്ലാത്തിലും തന്നെ ഇപ്പൊ പുറകിൽ നിന്ന് വായിക്കുന്ന ഭാഷകളില്ലേ, മുകളിൽ നിന്ന് താഴത്തേക്ക് എഴുതുന്നതില്ലേ, അങ്ങനെ ഓരോ ഭാഷകളിലും പ്രത്യേകത മാതിരി സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റിന്റെ ഓർഡറുകളൊക്കെ മാറുന്ന ഓരോ പ്രത്യേകതകളുണ്ട്. ഇപ്പൊ നമ്മളിവിടെ മലയാളത്തിൽ രാമൻ കൊന്നു രാവണനെ എന്നാണ് പറയുന്നത്. പക്ഷെ രാമൻ രാവണനെ കൊന്നു എന്നല്ലേ നമ്മൾ പറയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മലയാളത്തിൽ ചിന്തിച്ചിട്ട് അതിന്റെ ഇംഗ്ലീഷ് പദങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് ആകില്ല. എല്ലാവർക്കും പറ്റുന്നൊരു കുഴപ്പമാണത്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. അപ്പൊ ഈ ഓർഡർ തെറ്റിക്കാതെ നമ്മൾക്ക് എഴുതണം. സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ഡൂവർ ഓഫ് ദ ആക്ഷൻ, പ്രവൃത്തി ചെയ്യുന്നത് എന്തോ, അതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് എന്തോ, അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ പ്രെഡിക്കേറ്റ് പാർട്ട്? ദ ഹെൽപ്പിംഗ് വെർബ് പ്ലസ് വെർബ്. ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിൽ ഓൺലി വെർബ് അല്ലേ?
ഹെൽപ്പിംഗ് വെർബും കൂടി കൂടിയ ഭാഗത്തിന്, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിൽ വെർബ് മാത്രമാണെങ്കിൽ ആ ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രെഡിക്കേറ്റ് പോർഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എവിടെയാണോ ക്രിയ ഏറ്റത്, ക്രിയക്ക് വിധേയമായ വസ്തു ഏതാണോ അതാണ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്, അല്ലേ? ക്രിയ ഏറ്റ വസ്തു എന്താണ്? ദ ബോയ് ബ്രോക്ക് ദ വിൻഡോ. ഏറ്റ വസ്തു വിൻഡോയിലാണ്. ക്രിയക്ക് വിധേയമായ വസ്തു ഷീ ടോട്ട് ഹിം ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സെന്റൻസുകളൊക്കെ വരുമ്പോൾ നമുക്ക് സംശയം വരും, ഏതാണ് ക്രിയ ഏതാണ് ഒബ്ജക്റ്റ് എന്നുള്ളതെല്ലാം സംശയങ്ങൾ വന്നേക്കാം. അതെല്ലാം നമ്മൾ പിന്നീട് നോക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെയാണെങ്കിൽ സബ്ജക്റ്റ് ഷീ ആണ്, ഇതാണ് സബ്ജക്റ്റ്, ഇതാണ് പ്രെഡിക്കേറ്റ്, ഇതാണ് ഒബ്ജക്റ്റ്. വേറെ വാക്കുകളൊന്നുമില്ല. ഷീ ഈസ് സ്വിമ്മിങ്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വാക്കും കൂടി ചേർക്കാം, എവരിഡേ. ഓക്കെ, ഇതിന്റെ ഒരു കൂട്ടത്തിൽ ഒരു വാക്കായിട്ട് someone stole my watch yesterday വേണമെങ്കിൽ എഴുതി ചേർക്കാം നമുക്ക്. someone stole my watch yesterday അങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ ഇത് സബ്ജക്റ്റ്, ഇത് പ്രെഡിക്കേറ്റ്, ഇത് ഒബ്ജക്റ്റ്. അപ്പോൾ ഇതാണ് സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വോയിസിൽ. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്തത് നമുക്ക് വാട്ട് ഈസ് പാസീവ് വോയിസ് എന്നുള്ളതാണ്. എന്താണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്? സ്മിത്സൺ ടെനറ്റ് ഡിസ്കവേർഡ് ഇറിഡിയം. ഇത് ആക്റ്റീവ് വോയിസ് ആണ്. സ്മിത്സൺ ടെനറ്റ് ഡിസ്കവേർഡ് ഇറിഡിയം. അപ്പോൾ ഒരു GK കൂടിയായി അല്ലേ? ഇതാണ് സബ്ജക്റ്റ്. ഒരു ഇംഗ്ലീഷുകാരനാണ്, അദ്ദേഹമാണ് ഇറിഡിയം കണ്ടുപിടിച്ചത്. അപ്പോൾ ഡിസ്കവേർഡ് എന്നുള്ളതാണ് ഇവിടെ നമ്മളത്തെ പ്രെഡിക്കേറ്റ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറിഡിയമാണ്. അപ്പൊ സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ്. വേണമെങ്കിൽ ഇനി വാക്കുകൾ പോരാം അല്ലേ? സ്മിത്സൺ ടെനറ്റ് ഡിസ്കവേർഡ് ഇറിഡിയം ഇൻ 18th century. അങ്ങനെ വാക്കുകൾ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, പക്ഷെ അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളത് ഇവിടെ എഴുതുന്നില്ല. ഇപ്പൊ ഇവിടെ നമുക്ക് ഒരു സെന്റൻസ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സ്മിത്സൺ ടെനറ്റ് ഡിസ്കവേർഡ് ഇറിഡിയം എന്നുള്ളതിനകത്ത് ഇത് നമ്മൾ ഒരാളുടെ പേരാണ്, സബ്ജക്റ്റ്. ഇത് പ്രെഡിക്കേറ്റ്, ഇത് ഒബ്ജക്റ്റ്. അപ്പൊ നമ്മൾ ഇതിനെ പാസീവ് വോയിസ് ആക്കാൻ പോവുകയാണ്. വാട്ട് ഈസ് പാസീവ്? ഇവിടെ ആക്റ്റീവിൽ എപ്പോഴും ഈ ഒരു പ്രധാനപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ആക്റ്റീവിൽ അവിടുത്തെ സബ്ജക്റ്റ് എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അയാൾ എന്ത് ചെയ്തു? ഡിസ്കവേർഡ്. സ്മിത്സൺ ടെനറ്റ് ഡിസ്കവേർഡ്. വാട്ട് എന്നുള്ളതല്ല പ്രധാനം, ആര് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ അതുകൊണ്ട് സബ്ജക്റ്റ് ഈസ് ആക്റ്റീവ് ഹിയർ. അവിടെ ദ മെയിൻ ഹീറോ ഈസ് ദ സബ്ജക്റ്റ്. അപ്പൊ അവിടെ ദ ഡൂവർ ഓഫ് ദ ആക്ഷൻ, പ്രവൃത്തി ചെയ്തവനാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് അതിനെ നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് വിളിച്ചു. വേറാസ് നമ്മൾ പാസീവ് വോയിസിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സെന്റൻസുകൾ പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരെല്ലാം അവരെപ്പോഴും കൂടുതൽ പാസീവ് വോയിസുകളാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അതായത് പാസീവ് വോയിസിന്റെ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ എന്ത് കണ്ടുപിടിച്ചു എന്നുള്ളതല്ല, ഇവിടെ ആര് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ആക്റ്റീവ് വോയിസിൽ. പക്ഷെ ഇവിടെ പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ എന്താണ് കണ്ടുപിടിച്ചത്, ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒബ്ജക്റ്റിനെ ആദ്യം ഇവിടെ കൊണ്ടുവരും. അപ്പൊ ഇറിഡിയം, അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ്. അപ്പൊ ഒബ്ജക്റ്റിനെ ആദ്യം കൊണ്ടുപോകും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ പ്രെഡിക്കേറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതിന് ചില മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട്. അതെന്താണ് നമുക്ക് വഴിയെ നോക്കാം. പിന്നെ ബാക്കിയുള്ളത് സ്മിത്സൺ ടെനറ്റ് എന്നുള്ള ആ സബ്ജക്റ്റിനെ, ഇവിടുത്തെ സബ്ജക്റ്റിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ബൈ എന്ന് ചേർത്ത് എഴുതി. ഒരു ഏജന്റ് ആണ്. ഇറിഡിയം വാസ് ഡിസ്കവേർഡ്. ഇറിഡിയം കണ്ടുപിടിക്കപ്പെട്ടു. ആരാൽ? ബൈ സ്മിത്സൺ ടെനറ്റ്. ഓക്കെ, അപ്പൊ ആരാൽ കണ്ടുപിടിക്കപ്പെട്ടു? അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. എന്താണ് കണ്ടുപിടിക്കപ്പെട്ടത്? ഇറിഡിയം. അവിടുത്തെ ആ ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് ഹിയർ ദ ആക്ഷൻ ഈസ് അബൌവ് ദി ആക്ടർ. അതായത് ആര് ചെയ്തു എന്നുള്ളതല്ല, എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു എന്നുള്ളതാണ്. ആര് ചെയ്തു എന്നുള്ളതിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പൊ അതുപോലെ പാസീവ് വോയിസിൽ വാട്ട് ഈസ് പാസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർ ഒബ്ജക്റ്റ് ഈസ് ഗിവൺ ഇമ്പോർട്ടൻസ്. അതായത് കർമ്മത്തിന് കൂടുതൽ നമ്മൾ എന്ത് കൊടുക്കുക, ഒബ്ജക്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അപ്പൊ പാസീവ് വോയിസ് അത് മാത്രമാണോ എന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട്. ഇത് മാത്രമാണോ പാസീവ് വോയിസ് എന്ന് പറയുന്നത്? അതായത് ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ അതിന് വേണ്ടിയാണോ പാസീവ് വോയിസ് എന്ന് പറയുന്നത്? സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ് എഴുതിയിട്ട് ഇപ്പുറത്തെ ഒബ്ജക്റ്റിനെ എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പാസീവ് വോയിസ് ആയോ? അല്ല, ഇത് നമ്മൾ ഭാഷയിൽ
പല സങ്കേതങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത്. വെറുതെ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ഒബ്ജക്റ്റിന്റെ സ്ഥാനം മാറ്റാൻ വേണ്ടി മാത്രമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആക്ടറിന് മുകളിലാണ് ആക്ഷൻ ഇവിടെ, അതായത് എന്ത് ചെയ്തു എന്നുള്ളതാണ്. മനസ്സിലായ? ആര് ചെയ്തു എന്നുള്ളത് ഇമ്പോർട്ടൻസ് അല്ല. അതാണ് വൺ ഓഫ് ദ നമ്മുടെ ഇവിടുത്തെ ഒബ്ജക്റ്റിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ആക്ടർ അല്ലെങ്കിൽ ദ സബ്ജക്റ്റ് ഇവിടെ പാസീവാണ്. സബ്ജക്റ്റ് ഇന്നത് ചെയ്തു എന്നുള്ള അർത്ഥമല്ല ഇവിടെ വരുന്നത്. മനസ്സിലായോ? അയാൾ കണ്ടുപിടിക്കപ്പെട്ടു എന്നുള്ള അർത്ഥമാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ആര് എന്നുള്ളതിന് വളരെ ഇമ്പോർട്ടൻസ് കുറവാണ്. അതുകൊണ്ട് ഇവിടെ സബ്ജക്റ്റ് പാസീവാണ്, അതായത് അവൻ ആക്റ്റീവ് ആണെന്നുള്ള ഒരു ടോൺ ഇവിടെ കിട്ടുന്നില്ല. സബ്ജക്റ്റ് പാസീവ് ആയതുകൊണ്ട് ഇതിനെ പാസീവ് വോയിസ് എന്ന് വിളിക്കുന്നു നമ്മളിവിടെ. ഓക്കെ, ഇനി എന്തെല്ലാം കാര്യത്തിന് നമുക്ക് ഈ പാസീവ് വോയിസ് ഉപയോഗിക്കാം നോക്കാം. പാസീവ് വോയിസ് എന്തെല്ലാം കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഒന്ന്, വെൻ ദ ആക്ടർ ഈസ് അൺനോൺ. നോക്കി ഇവിടെ ഈ ഒരു സെന്റൻസ് നോക്കിക്കോളൂ. ആക്റ്റീവ് സെന്റൻസിൽ someone stole my watch yesterday. someone stole my watch. ഇവിടുത്തെ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ഒബ്ജക്റ്റ് ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് സബ്ജക്റ്റ്, ഇതാണ് പ്രെഡിക്കേറ്റ്, ഇതാണ് ഒബ്ജക്റ്റ്, അല്ലേ? അല്ലാത്ത ആർക്ക് സംശയമില്ലല്ലോ. സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ഒബ്ജക്റ്റ് ഞാൻ അണ്ടർലൈൻ ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ വേറെയും വാക്കുകളുണ്ട്. അപ്പോൾ എൻ്റെ വാച്ച് മോഷ്ടിച്ചു. എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വാച്ച് ഇന്നലെ കളവ് പോയി, ആരോ മോഷ്ടിച്ചു. ബൈ ഹൂം, ആരാൽ എന്നുള്ളൊരു ഇത് അവിടെ നമുക്കറിയില്ല. സമ്മൺ. മനസ്സിലായോ? വെൻ വി ഡോണ്ട് നോ ദ എക്സാക്ട്ലി ഹൂ ഇസ് ദ ഏജന്റ് ഹു ഡിഡ് ദാറ്റ് ആക്ഷൻ, ആരാണോ ഇത് ചെയ്തത് നമുക്ക് അറിയില്ല എങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിച്ചിട്ടാണ് പറയുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മൈ വാച്ച്, ഇവിടുത്തെ ഒബ്ജക്റ്റിനെ ആദ്യം കൊണ്ടുവരും. മൈ വാച്ച്. അതുപോലെ തന്നെ പ്രെഡിക്കേറ്റിൽ നമ്മൾ ഇങ്ങനെ എഴുതും, വാസ് സ്റ്റോളൻ യെസ്റ്റർഡേ, ഈ വാക്ക് എഴുതും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏജന്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരും, അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഒരു സെന്റൻസിനെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇവിടെ മൈ വാച്ചിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. മൈ വാച്ച് വാസ് സ്റ്റോളൻ, എൻ്റെ വാച്ച് മോഷ്ടിക്കപ്പെട്ടു, മോഷണം പോയി എന്നുള്ളതാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എൻ്റെ വാച്ച് മോഷണം പോയി, അവിടെ ആക്ഷനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ബൈ ഹൂം എന്നുള്ളത് നമുക്കറിയില്ല. ബൈ ഹൂം എന്ന് നമുക്ക് അറിയില്ല എന്നുള്ളതല്ല, ചിലപ്പോൾ വെൻ ദ സ്പീക്കർ ഡോണ്ട് വാണ്ട് ടു റിവീൽ ഹൂ ഇറ്റ് ഈസ്, ആരാണിത് ചെയ്തത് എന്നുള്ളത് പറയണം താല്പര്യമില്ല. someone took my purse yesterday. എൻ്റെ പേഴ്സ് മോഷ്ടിച്ചു. ഒരുത്തൻ എൻ്റെ പേഴ്സ് എടുത്തുകൊണ്ട് പോയി. പക്ഷേ എനിക്കറിയാം, ഞാൻ കണ്ടു. പക്ഷേ നമ്മളൊരു സദസ്സിൽ ചെന്ന് പറയുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ അയാൾ വേണ്ടപ്പെട്ട ഒരാളായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു കുട്ടിയായിരിക്കും. അപ്പോൾ നമ്മൾ വി ഡോണ്ട് വാണ്ട് ടു ഹ്യൂമിലിയേറ്റ് ഹിം, അയാളെ നമുക്ക് അപമാനിക്കണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ പറഞ്ഞ് അതൊരു വലിയ ഇഷ്യൂ ആക്കണമെന്നില്ല. അപ്പോൾ നമ്മളെന്താ പറയുക? someone stole my watch, അല്ലെങ്കിൽ someone took my purse, അല്ലേ? അപ്പോൾ എൻ്റെ പേഴ്സ്, മൈ പേഴ്സ് വാസ് ടേക്കൺ. മൈ പേഴ്സ് വാസ് ടേക്കൺ ബൈ ഹൂം, ആരാണ് എടുത്തത്? അതങ്ങനെ നമ്മൾ ഇമ്പോർട്ടൻസ് പറയുന്നില്ല. ബൈ someone, ചിലപ്പോൾ ഒന്നും പറയില്ല. മൈ പേഴ്സ് വാസ് ടേക്കൺ. അപ്പോൾ നമ്മൾ വേർ വി ഡോണ്ട് വാണ്ട് ടു എക്സ്പ്ലെയിൻ ഹൂ ഡിഡ് ഇറ്റ്, ആരാണ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ താല്പര്യമില്ല. ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ ആരാണ് ഇത് ചെയ്തതെന്ന്. അങ്ങനെയുള്ള സെന്റൻസുകളിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? പാസീവ് വോയിസ് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായല്ലോ. അതായത് വെൻ ദ ആക്ടർ ഈസ് അൺനോൺ, ആരാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. സംടൈംസ് വി ഡോണ്ട് വാണ്ട് ടു റിവീൽ ദ ആക്ടർ, ചിലപ്പോൾ നമുക്കത് പറയാൻ താല്പര്യമില്ല ആരാണ് ചെയ്തതെന്നുള്ളത്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനുകളിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? പാസീവ് വോയിസ് ഉപയോഗിക്കും.